പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മീഡിയ ഫോക്കസിൻ്റെ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള മീഡിയ ഫോക്കസിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഇത് എന്നിവിടെ പറഞ്ഞു. എൻ്റെ പ്രിയ സുഹൃത്ത് SR ശക്തിധരൻ പ്രസിഡൻ്റായുള്ള ഈ സംഘടനയുടെ സർഗാത്മകമായ പരിപാടികളുടെ തുടക്കമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം കോടതി വിധിയുടെ വെളിച്ചത്തിൽ എന്നാണ് ഇത് നൽകിയിരിക്കുന്ന വിഷയം. ആരാധ്യനായ റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ കുറേ കാര്യങ്ങളോടെ പറയുകയുണ്ടായി. ഇത്തരം സമ്മേളനങ്ങളിൽ ന്യായാധിപന്മാർ പൊതുവെ പറയുന്ന കാര്യങ്ങളാണ് കമാൽ പാഷയും ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന് ശബ്ദം മോശമായതുകൊണ്ട്, ശബ്ദമില്ലാതായി പോയതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്, അങ്ങനെയാണ് പൊതുവെ അവകാശപ്പെടുന്നത് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും. പക്ഷേ ഇന്ന് ഞാനും അതേ പ്രശ്നം അനുഭവിക്കുന്നത് കൊണ്ട്, ശബ്ദത്തിന് തടസ്സം ഏത് സമയം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടും ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. കോടതി വിധിയുടെ വെളിച്ചത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, സമീപകാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി നൽകിയ ഒരു ഫുൾ ബെഞ്ച്, 5 ജഡ്ജിമാർ ചേർന്ന വിശാലമായ ബെഞ്ച്, സമ്പൂർണ്ണ ബെഞ്ച് നൽകിയ വിധിയെ ആണ് പരാമർശിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആ വിധിയെ ആണ് നമ്മൾ പരാമർശിക്കേണ്ടത്. കമാൽ പാഷയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ പഴയ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തണം എന്നെനിക്കുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടായ ഈ കോടതി വിധി എന്ന് പറഞ്ഞാൽ 2016 ഹൈക്കോടതിയിൽ തുടങ്ങി, അതിലെ ഒരു നായകൻ ഇവിടെ ഇപ്പോൾ സന്നിഹിതനായി, രവികുമാർ. ഹൈക്കോടതിയിൽ തുടങ്ങി കേരളം ഒട്ടുക്ക് വ്യാപിച്ച തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ വളരെ രൂക്ഷമായ രീതിയിൽ ബാധിച്ച ഒരു പ്രശ്നവും പ്രതിസന്ധിയും അതിനെ തുടർന്നുണ്ടായ കോടതി ഇടപെടലും അതിൻ്റെ ആത്യന്തിക ഫലമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിധിയും ആണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അന്നത്തെ സംഭവങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു അഭിഭാഷകൻ കോടതിക്ക് പുറത്ത് തെരുവിൽ ഒരു സ്ത്രീയുടെ കൈക്ക് കടന്നു പിടിച്ചു. ആ സ്ത്രീയുടെ പരാതി ഉണ്ടായി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ അഭിഭാഷകനെ പോലീസ് അറസ്റ്റ് ചെയ്തു, കേസെടുത്തു. അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകരും അവരുടെ സംഘടനയും പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഹൈക്കോടതിയിലെ അഭിഭാഷക സംഘടനയുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ശക്തി എന്താണ് എന്ന് അവരുടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് കിടങ്ങൂർ, സെബി കിടങ്ങൂർ, അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ സുഹൃത്ത് മിനി ഇവിടെ ഉണ്ടെങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. അഭിഭാഷകരുടെ ധാർമ്മികത, അഭിഭാഷകരുടെ സത്യസന്ധത, അതൊക്കെ അത്രയേ ഉള്ളൂ. പക്ഷേ കലാപമാണ് പിന്നീട് ഉണ്ടായത്. ജൂലൈ 16-നും 17-നും ഹൈക്കോടതിന് മുമ്പാകെ കലാപം. ആ കലാപമാണ് കേരളമൊട്ടാകെ പടർന്നു പിടിച്ചത്. നമ്മുടെ കോടതികളിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് വലിയ തോതിൽ തടസ്സം ഉണ്ടാകുന്ന രീതിയിലുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും വേണം എന്ന ആവശ്യവുമുണ്ടായി. അങ്ങനെ ആവശ്യം ഉന്നയിച്ചവരിൽ പ്രധാനിയാണ് ഇപ്പോൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങിപ്പോയ ജസ്റ്റിസ് കമാൽ പാഷ. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഈ ഓർമ്മ കുറവായതുകൊണ്ടും അല്ലെങ്കിൽ ക്ഷമാശീലം കൂടുതലുള്ളതുകൊണ്ടും പഴയ കാര്യങ്ങൾ ഓർക്കുന്നില്ല എന്നേ ഉള്ളൂ. ആ സംഭവത്തിൽ കേസുകൾ വന്നു,
ഹൈക്കോടതിയിൽ കേസ് വന്നു. മാധ്യമപ്രവർത്തകരുടെ വക്കാലത്ത് എടുക്കാൻ ഒരു വക്കീൽ പോലും അന്നുണ്ടായിരുന്നില്ല. ഒരു വക്കീലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എത്ര രൂപ ഫീസ് കൊടുത്താലും ഒരു വക്കീലിനെ കിട്ടുമായിരുന്നില്ല. അന്ന് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി, കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി, പൊതുവിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഹാജരാകുന്നതിന് ഞാൻ തയ്യാറായി. പത്രപ്രവർത്തക യൂണിയന് വേണ്ടി, എറണാകുളം പ്രസ് ക്ലബിന് വേണ്ടി വക്കാലത്തിട്ട് ഇവിടെ പരാമർശിക്കുന്ന ഈ കോടതി വിധിക്ക് കാരണമായ കേസിൽ ഞാൻ ഹാജരാകുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇത്രയും വർഷങ്ങളായി. അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ വാർത്തകളൊക്കെ വന്നപ്പോൾ ഞാനത് ഓർത്തു. അന്നത്തെ ജുഡീഷ്യൽ അന്വേഷണം ജസ്റ്റിസ് PA മുഹമ്മദായിരുന്നു ആ കമ്മീഷൻ. അദ്ദേഹം വളരെ വിപുലമായി കാര്യങ്ങളൊക്കെ നടത്തി 2.25 കോടി രൂപ ചെലവാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പതിവ് പോലെ ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയുന്നതിനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ സ്ഫോടനാത്മകമായ ഒന്നും അവിടെ ഉണ്ടാകാൻ വഴിയില്ല. ഏതായാലും അങ്ങനെ ഒരു പശ്ചാത്തലം, ആ കേസ് ആർക്കും വേണ്ടാതെ അവിടെ കിടന്നു. ഇപ്പോൾ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള 5 അംഗ ബെഞ്ച് അത് കേട്ട് വിധി പറഞ്ഞു. പക്ഷേ ഈ വിധി പറയുന്നതിന് മുൻപ് നമ്മുടെ സുപ്രീം കോടതിയിൽ സമാനമായ ഒരു കേസ് വന്നു. നിയന്ത്രണങ്ങൾ വേണം എന്നാണ്. റിപ്പോർട്ടിങ്ങിൽ നിയന്ത്രണം വേണം. കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംയമനം ആവശ്യമുണ്ട്. കോടതിയിൽ ജഡ്ജിമാർ പറയുന്നത് എല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ളതല്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ വന്നു. അവിടെ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ജസ്റ്റിസ് പരാമർശിച്ച അനുച്ഛേദം 19(1)(a) അതിന്മേൽ ഉള്ള നിയന്ത്രണം 19(2) റീസണബിൾ റെസ്ട്രിക്ഷൻസ്, ന്യായമായ നിയന്ത്രണങ്ങൾ എന്ന് അറിയപ്പെടുന്നു. 8 കാരണങ്ങളെ മുൻനിർത്തി ന്യായമായ നിയന്ത്രണങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന മൗലികാവകാശത്തിന്മേൽ ചുമത്താം എന്നാണ് ഭരണഘടന പറയുന്നത്. ആ 8-ന് പുറമെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഏറ്റവും ന്യായമായ ഒരു നിലപാടായിരുന്നു അത്. ഈ 8 തന്നെ ചുരുക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട അവസ്ഥയിലാണ്. 8 പോരാ, കുറേ കൂടി വേണം എന്ന ആവശ്യവുമായി ചിലരൊക്കെ കോടതിയെ സമീപിച്ചത്. അപ്പോൾ സുപ്രീം കോടതിയുടെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലെ ഫുൾ അല്ലെങ്കിൽ ലാർജർ ബെഞ്ചിന് മറ്റൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. അവരത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം കോടതി വിധിയുടെ വെളിച്ചത്തിൽ എന്ന വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം വലിയ തോതിൽ അപകടത്തിന്, വെല്ലുവിളികൾക്ക് വിധേയമാകുന്ന കാലമാണിത്. ഏറ്റവും ഒടുവിൽ ചില പരാമർശങ്ങളൊക്കെ ഇവിടെ കമാൽ പാഷ നടത്തി. ഇറച്ചിക്കടയുടെ മുന്നിൽ കാത്തിരിക്കുന്ന നായ്ക്കൾ, അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ നമ്മൾ സമീപകാലത്ത് കേട്ടു. ഏറ്റവും ഒടുവിൽ ഇന്നലെ BJP അധ്യക്ഷൻ സുരേന്ദ്രൻ അനഭിമതമായ വാർത്തകൾ നൽകുന്ന, ചില അവാസ്തവം എന്ന വാക്കാണ് ഉപയോഗിച്ചതെങ്കിലും അവർക്ക് അനഭിമതമായ വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യും എന്നുവരെ പറഞ്ഞു. അതിലൊന്നും വലിയ തോതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. മാധ്യമങ്ങളോട് എല്ലാവർക്കും സ്നേഹവും സ്വീകാര്യതയും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കും ആക്ഷേപം ഉണ്ടാവും. ആക്ഷേപമുള്ളവർക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള പ്രാപ്തിയില്ല, സംവിധാനവുമില്ല. അവർക്കിങ്ങനെ പറയാൻ മാത്രമേ കഴിയൂ. അത് പറയട്ടെ. കുറച്ചൊക്കെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, നർമ്മബോധം മാധ്യമപ്രവർത്തകർക്ക് നല്ലതാണ്. പണ്ട് ഈ സംഘർഷകാലത്ത്, അഭിഭാഷകരുമായുള്ള സംഘർഷകാലത്ത് മറ്റൊരു പ്രതിഭാസം കൂടി കേരളത്തിൽ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരുന്നു. അത് ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണമാണ്. നിസ്സാരമായ ആക്രമണമല്ല. കേരളം ഒട്ടുക്ക് മനുഷ്യനെ കണ്ടാൽ തെരുവ് നായ്ക്കൾ കടിക്കും എന്ന അവസ്ഥയാണ്. സുപ്രീം കോടതിക്ക് അതിൽ ഇടപെട്ട് കേരള ഹൈക്കോടതിയിലെ ഒരു റിട്ടയേർഡ് ജഡ്ജിയെ
ഒരു അധ്യക്ഷനായി കമ്മീഷൻ രൂപീകരിക്കേണ്ട അവസ്ഥ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവും. അപ്പം അന്ന് ഞാൻ കോഴിക്കോട് പ്രസ് ക്ലബിൽ സംസാരിക്കുമ്പോൾ തമാശയായി ഒരു കാര്യം പറഞ്ഞു. കേരളത്തിലെ മനുഷ്യനോട് ഏറ്റവും ഇണങ്ങിക്കഴിയുന്ന ഈ നായ്ക്കൾക്ക് എന്ത് സംഭവിച്ചു, അതുപോലെ മാധ്യമപ്രവർത്തകരുമായി ഏറ്റവും അടുപ്പത്തിൽ കഴിയുന്ന ഈ അഭിഭാഷകർക്ക് എന്ത് സംഭവിച്ചു? ഈ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ക്ലബ് ചെയ്ത് ചോദിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ വലിയ സെൻസ് ഓഫ് ഹ്യൂമറൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഈ അഭിഭാഷകർ. അവിടെയും അവരത് കാണിച്ചു. ഞാൻ അഭിഭാഷകരെ നായ്ക്കൾ എന്ന് വിളിച്ചു, പട്ടികൾ എന്ന് വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര മുതൽ തളിപ്പറമ്പ് വരെ നിരവധി മജിസ്ട്രേറ്റ് കോടതികളിൽ എനിക്കെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തു. എൻ്റെ സഹായത്തിന് പാർട്ടിയും വന്നില്ല, പത്രങ്ങളും വന്നില്ല, പത്രക്കാരും വന്നില്ല. എൻ്റെ സന്നദ്ധ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാർ കൗൺസിൽ പരാതി വന്നു. അതായത് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ മുമ്പിൽ പരാതികൾ വന്നു. അഡ്വക്കേറ്റ് ജനറൽ സുധാകര പ്രസാദ് അനുമതിയും നൽകി. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ളതാണ്. അന്നത്തെ ആ സംഭവത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, തോറ്റത് ഞാനാണ്. സംഘടിതമായ നീക്കത്തിൻ്റെ ഫലമായി എനിക്ക് ഹൈക്കോടതിയിൽ കേസുകൾ പോലും ഇല്ലാതായി അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ഈ പട്ടി എന്ന് കേട്ടാൽ ഉടൻ അത് ആക്ഷേപിക്കാൻ വിളിച്ചു എന്ന് കരുതുന്നത് ഒരു നർമ്മബോധത്തിൻ്റെ അപര്യാപ്തത നിമിത്തമാണ്. വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി എന്നാണ് മാധ്യമപ്രവർത്തകരെ പറയുന്നത്. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കൾ എന്നാണ്. ജേർണലിസം ക്ലാസ്സിലൊക്കെ വാർത്ത എഴുതാൻ പഠിപ്പിക്കുമ്പോൾ സ്മെൽ ഫോർ ന്യൂസ് എന്ന് ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. വാർത്തയുടെ ഗന്ധം പിടിക്കുക. ഈ ഗന്ധം പിടിക്കുന്ന ജീവി അതും നായ തന്നെയാണ്. അപ്പോൾ നായ എന്ന് പറഞ്ഞ് പരാമർശിച്ചാൽ അതിൽ ഉടനെ നമുക്കൊരു പ്രയാസം തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് കെ സുരേന്ദ്രൻ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യട്ടെ. കെ സുരേന്ദ്രൻ്റെ അപ്പുറത്തെ വലിയ ആളുണ്ടല്ലോ, അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ, അവരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. യു പിയിലെ യോഗി ആദിത്യനാഥും കൈകാര്യം ചെയ്യുന്നുണ്ട് മാധ്യമപ്രവർത്തകരെ. അപ്പോൾ അതൊക്കെ ഒരു വശത്ത് നടക്കും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ കോടതി വിധിയുടെ വെളിച്ചത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ചർച്ച ചെയ്യുമ്പോൾ ആരെങ്കിലും നടത്തുന്ന ഇത്തരം പരാമർശങ്ങളെക്കുറിച്ചല്ല നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിയമത്തിൻ്റെ പിൻബലം എത്രമാത്രം നമുക്ക് ലഭ്യമാണ് എന്നതാണ് വിഷയം. നമുക്കെല്ലാം പരിചയമുള്ള ഒരു പ്രയോഗമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച്. സംസാര സ്വാതന്ത്ര്യം ആൻഡ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മുടെ ഭരണഘടനയുടെ വാഗ്ദാനമാണ്, ഉറപ്പാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മുടെ കോടതികൾ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ല, ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് ആണ്. സംസാരത്തിന് ശേഷം നമുക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർക്ക് എഴുതുന്നതിനുള്ള സ്വാതന്ത്ര്യം വേണം, പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്നത് പോലെ തന്നെ ജനങ്ങൾക്ക് പൊതുവെ ആവശ്യമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഭവിഷ്യത്തിനെ ഭയപ്പെടാതെ സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ഈ പത്രസ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചു കാലത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. 20-ാം നൂറ്റാണ്ടിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ട് ആരംഭത്തിലാണ് സാങ്കേതിക വിദ്യ, പുതിയ അതിവേഗ അച്ചടി യന്ത്രങ്ങൾ കണ്ടുപിടിക്കുകയും വാർത്തയെത്തിക്കുന്നതിന് അതിൻ്റെ ട്രാൻസ്മിഷൻ, ടെലഗ്രാഫ് തുടങ്ങിയ സൗകര്യങ്ങൾ കണ്ടുപിടിച്ചു. പിന്നീട് ഇൻ്റർനെറ്റ് വരെ എത്തി. അടിക്കുന്ന പത്രം എത്രയും പെട്ടെന്ന് വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടായി. എൻ്റെ തന്നെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ സീനിയറാണല്ലോ, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മദ്രാസിൽ അച്ചടിക്കുന്ന ഹിന്ദു കൊച്ചിയിലെത്തുമ്പോൾ എത്ര മണിയാകും എന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്.
മധുരയിൽ അച്ചടിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടെ എത്തുമ്പോഴും ഒരു നേരമാവും. കോട്ടയത്ത് അച്ചടിക്കുന്ന മനോരമയും കോഴിക്കോട് അച്ചടിക്കുന്ന മാതൃഭൂമിയും ഇവിടെ എത്തണമെങ്കിൽ അതിനും ഒരു നേരം വേണം. ചുരുക്കി പറഞ്ഞാൽ രാവിലെ വായിക്കുന്ന പത്രം ഈ നഗരത്തിൽ നിന്ന് അച്ചടിക്കുന്ന ചില പത്രങ്ങളുണ്ടായിരുന്നു. ആ പത്രങ്ങൾ മാത്രമേ നമുക്ക് കിട്ടൂ. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് പത്രം അച്ചടിച്ചാൽ 2 മണിക്കൂറിൽ കൂടുതൽ ഒരു വാഹനവും ഓടേണ്ടി വരുന്നില്ല. അപ്പോഴേക്കും വായനക്കാരൻ്റെ കയ്യിൽ പത്രം എത്തിയിരിക്കും. ഞാനിപ്പോൾ ചില എഡിറ്റർമാർ ഒരു ലേഖനം ആവശ്യപ്പെട്ടാൽ എപ്പോൾ വേണം എന്ന് ചോദിച്ചാൽ രാത്രി 8 മണിക്ക് കിട്ടിയാൽ മതി എന്ന് പറയും. രാത്രി 8 മണിക്ക് മുമ്പ് കമ്പ്യൂട്ടറിൽ അടിച്ച് അയച്ചു കൊടുക്കുന്ന ലേഖനം ഞാനൊന്ന് കിടന്ന് ഉറങ്ങി നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ പടിവാതിൽക്കൽ ആ ലേഖനം അച്ചടിച്ച പത്രം കിടപ്പുണ്ടാവും. അപ്പോൾ വേഗത എന്ന് പറയുന്നത് അസാമാന്യമായ രീതിയിലാണ്, അസാധാരണമായ രീതിയിലാണ്. നമ്മൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായൊരു പത്രത്തെക്കുറിച്ച് പത്രം ഇറക്കിയില്ല, ആലോചിച്ച വില്യം ബോൾട്ട് നാടുകടത്ത് കപ്പലിൽ കയറ്റി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ആദ്യമായി പത്രം ഇറക്കിയ ഹിക്കി, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, അദ്ദേഹത്തിന് അധികകാലം ആ പത്രം നടത്തേണ്ടി വന്നില്ല. അദ്ദേഹത്തെയും നാടുകടത്തി. നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട ആളാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അന്നും ഉണ്ടെങ്കിലും വലിയ തോതിൽ മാധ്യമപ്രവർത്തകർ സംഘർഷം അനുഭവിക്കാൻ തുടങ്ങിയത് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ കാലത്ത് പത്രങ്ങളിലെ പ്രചാരം വർദ്ധിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് പത്രം എത്തുകയും, ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കണം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സാക്ഷരത. ഒരാൾ പത്രം വായിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനവുമില്ല. പണ്ടും കേരളത്തിൽ എല്ലാവരും പത്രം വായിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം 100% സാക്ഷരത തന്നെ നമ്മുടെയൊക്കെ ഓർമ്മയിൽ അടുത്ത കാലത്ത് സംഭവിച്ചതാണ്. സാക്ഷരത ഉണ്ടെങ്കിലല്ലേ പത്രം വായിക്കാൻ കഴിയും. അപ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ പത്രം വായിക്കുന്നു എന്നാണ് എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് അതിൻ്റെ ആ ചക്രവാളവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിനുള്ള പ്രാപ്തി ഇന്നത്തെ മാധ്യമങ്ങൾക്കുണ്ട്, മാധ്യമപ്രവർത്തകർക്കുമുണ്ട്. ഒരു ഭരണകൂടത്തിനും അനായാസം അങ്ങ് അവസാനിപ്പിച്ച് കളയാവുന്ന ദുർബലമായ അവസ്ഥയിൽ അല്ല ഇന്ന് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അഭിഭാഷകരുടെ സംഘടിത ശക്തിയായാലും രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടിത ശക്തിയായാലും അവയോടൊക്കെ ഏറ്റുമുട്ടി അവയെ അതിജീവിക്കുന്നതിനുള്ള പ്രാപ്തി ഇന്ന് മാധ്യമങ്ങൾക്കുണ്ട്. അതനുസരിച്ച് നിയമത്തിൽ മാറ്റം വരുത്തണമോ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ ഭരണഘടനയിൽ പത്രസ്വാതന്ത്ര്യം ഒന്നും പറയുന്നില്ല. എപ്പോഴും പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ പരാമർശിച്ച കേസ് അന്ന് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് കെ രാംകുമാർ, അദ്ദേഹം വളരെ പ്രസക്തമായൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഭരണഘടനയിൽ എവിടെയാണ് പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായിരുന്നു ചോദ്യം. അദ്ദേഹം ഒരു സീനിയർ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഒരു തമാശ പറഞ്ഞതായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ തമാശ ആയിരുന്നില്ല, വളരെ ഗൗരവത്തിലാണ് ചോദ്യം ചോദിച്ചത്. ഭരണഘടന എടുത്തു നോക്കിയാൽ എനിക്കത് കാണിച്ചു കൊടുക്കാനും കഴിയില്ല, കാരണം അവിടെയൊന്നും ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് പറയാം അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഫ്രീഡം ഓഫ് ദ പ്രസ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിഭാഷകർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരും പലരും സീനിയർമാരാണ്. പല കോമാളിത്തരങ്ങളും അന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർമാരെ കോടതി മുറിയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് വാദമുണ്ടായപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിയിൽ എനിക്ക് പറയേണ്ടി വന്നു, ഓപ്പൺ കോർട്ട്, തുറന്ന കോടതി, അതാണ് ജനാധിപത്യത്തിലെ കോടതി. അവിടെ റിപ്പോർട്ടർമാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ അത് ക്ലോസ്ഡ് കോർട്ടാവും.
അത് ഇറ്റ് വിൽ ബിക്കം എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ്. അപ്പോൾ ഈ രാംകുമാർ എഴുന്നേറ്റ് പറഞ്ഞത്, അത് എയർ കണ്ടീഷൻഡ് ഹാളാണല്ലോ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി, ജനലുകൾ അടച്ചിരിക്കുകയാണ്, വാതിലും അടച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ഓപ്പൺ കോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ജനലുകളൊക്കെ തുറന്നിടണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. ജഡ്ജിമാരും ചിരിച്ചു, എല്ലാവരും ചിരിച്ചു, ഞാൻ മാത്രമേ ചിരിക്കാതെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു. ആ അവസ്ഥയുടെ അന്തിമ ഫലമാണ് ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ കോടതി വിധി. അപ്പോൾ ഭരണഘടനയിൽ പറയുന്നത്, അനുച്ഛേദം 19(1)(a) പറയുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കുന്നതിനും ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. 1949 ഇന്നലെ 2 ദിവസം മുമ്പായിരുന്നല്ലോ നമ്മളതിൻ്റെ ഭരണഘടനയുടെ 75ാം ജന്മദിനം ആഘോഷിച്ചത്. അന്ന് ഇന്ത്യയിൽ പത്രങ്ങളുണ്ടായിരുന്നു. വളരെ പ്രമുഖമായ പ്രശസ്തമായ പത്രങ്ങൾ 1949 ഉണ്ടായിരുന്നിട്ടും വിദേശത്ത് പോയി വിദ്യാഭ്യാസം നേടി വന്ന ഡോക്ടർ അംബേദ്കർക്ക്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ BN റാവുവിന് ഒക്കെ പുറം നാടുകളിലെ പത്രങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നിട്ടും അമേരിക്കൻ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും, ഇതൊക്കെ ഉണ്ടായിട്ടും അവർ നമ്മുടെ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന വാക്കുകൾ ഉപയോഗിച്ചില്ല. പകരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് രാംകുമാറും മറ്റുമൊക്കെ പറയുന്നത് പോലെ പത്രസ്വാതന്ത്ര്യത്തെ വേണ്ട എന്ന അർത്ഥത്തിൽ അല്ല ആ പ്രയോഗം നടത്തിയത്. അച്ചടിച്ച പത്രങ്ങളുടെ ചരിത്രം തന്നെ 400 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. 1605 ആണ് ഒരു പത്രം ആദ്യമായി അച്ചടിക്കുന്നത്. 1605 പ്രിൻറ്റിങ് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഷീറ്റ് അച്ചടിച്ചെടുത്തു എന്നേ ഉള്ളൂ. അവിടെ നിന്ന് 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം പത്രം ചാനലുകൾ എല്ലാം ചേർന്ന് ലോകം മുഴുവൻ എത്തുന്ന, അപ്പോഴാണ് ഈ മാർഷൽ മക്ലൂഹൻ പറഞ്ഞ ആ ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങളും ഞൊടിയിടയിൽ നമ്മളിവിടെ ഇരുന്ന് അറിയുന്നുണ്ട്. പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും സ്വാധീനം അത്ര വലുതാണ്, അതൊരു ശക്തിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന വാക്കുകൾ മാത്രം ഭരണഘടനയിൽ ഉപയോഗിച്ചു? അതിൻ്റെ അർത്ഥം പത്രം, അന്ന് പത്രം മാത്രമേ ഉള്ളല്ലോ 1949. പത്രം അപ്രസക്തമാകുന്നു എന്ന് ഇപ്പോൾ പലരും പറയുന്നുണ്ട്, വ്യാപകമായി പറയുന്നുണ്ട്. ഇനി പത്രം അപ്രസക്തമാകുന്ന, ഇല്ലാതാകുന്ന കാലം വന്നാലും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് നിലനിൽക്കണം. അതാണ് നിലനിൽക്കേണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്തൊന്ന് ആഥൻസിൽ പോയിരുന്നു, ഗ്രീസിൻ്റെ തലസ്ഥാനം. അറിയാമല്ലോ, ഡെമോക്രസിയുടെ കളിത്തൊട്ടിൽ, ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നു. അവിടെ പഴയ സോക്രട്ടീസിനെയൊക്കെ ജയിലിൽ പാർപ്പിച്ച ആ നഗര കേന്ദ്രത്തിലേക്ക് കടക്കുമ്പോൾ, അത് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ അതിൻ്റെ പ്രവേശന കവാടത്തിൽ അവർ എഴുതി വച്ചിരിക്കുന്നത്, ഹിയർ വാസ് ബോൺ ഫ്രീഡം ഓഫ് സ്പീച്ച് 2500 years ago and it was the basis of വെസ്റ്റേൺ സിവിലൈസേഷൻ എന്നാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിർഭയം സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അതിൻ്റെ ഒരു വശം മാത്രമാണ് ഈ പത്രങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്നോ ടെലിവിഷൻ എന്നോ എഴുതാതെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് മാത്രം എഴുതിയത്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് അത് പാശ്ചാത്യ നാഗരികതയുടെ അടിസ്ഥാനമായി മാറി. എന്ന് 2500 വർഷങ്ങൾക്ക് മുമ്പ് ആഥൻസിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്. അപ്പം അതിൻ്റെ രൂപം മാത്രമാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമങ്ങളിൽ അല്ല, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന ആശയത്തിലാണ്, സനാതനമായ ആശയത്തിലാണ് ജനാധിപത്യം അധിഷ്ഠിതമായിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല.
അതുകൊണ്ട് പത്രസ്വാതന്ത്ര്യം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അംബേദ്കർ നമ്മെ പഠിപ്പിച്ച, നമുക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി തന്ന ചില വാക്കുകളാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിന് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ 8 എണ്ണം, അപകീർത്തി ഉൾപ്പെടെ 8 എണ്ണം, ഡീസൻസി, മൊറാലിറ്റി ഒക്കെ അതിൽ വരുന്നുണ്ട്. ആ 8 എണ്ണം കൂട്ടാൻ കോടതി തയ്യാറായില്ല. പക്ഷെ നമ്മൾ ആവശ്യപ്പെടേണ്ടത് എണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നതിന് പകരം ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച്, സംസാരിച്ചതിന് ശേഷമുള്ള സ്വാതന്ത്ര്യം. സംസാരത്തിൻ്റെ പേരിൽ നമ്മൾ സംസാരിക്കുന്നത് തുറന്നു പറയാൻ വേണ്ടിയല്ലേ. പല തമാശയും പറഞ്ഞു തന്നിരിക്കും, അഭിപ്രായങ്ങളും പറഞ്ഞു തന്നിരിക്കും, അർത്ഥങ്ങൾ പലതുണ്ടാകും, അനർത്ഥങ്ങളുണ്ടാകും. അതിനൊക്കെ കേസ് കൊടുക്കാൻ പോകുന്നൊരു കാലം വന്നാൽ എന്താ സംഭവിക്കുക? ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പത്രപ്രവർത്തകരെ അഭിഭാഷകരെ നായ്ക്കൾ എന്ന് വിളിക്കുന്നതാണെന്ന് കരുതി അവർ വക്കീലന്മാർ, കേരളം ഒട്ടൊക്കെ വക്കീലന്മാരുണ്ടല്ലോ, ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു ഇടതുപക്ഷ അഭിഭാഷക സംഘടനയുമുണ്ട്, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. അവരാണ് നെയ്യാറ്റിൻകര മുതൽ തളിപ്പറമ്പ് വരെ മുൻകൈയെടുത്ത് കേസുകൾ ഫയൽ ചെയ്തത്. ഒരു സംഭവം, ഞാൻ പറഞ്ഞ ഒരു പ്രസംഗം, അതിലുപയോഗിച്ച ഒരു പരാമർശം, അതിൻ്റെ പേരിൽ നെയ്യാറ്റിൻകര മുതൽ തളിപ്പറമ്പ് വരെ ഞാൻ കേസുമായി നടക്കാം. തമിഴ്നാട്ടിൽ ഖുഷ്ബു ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അവർക്കെതിരെ തമിഴ് സ്ത്രീകളെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 36 കോടതികളിലോ മറ്റോ കേസ് വന്നു. അത് സുപ്രീം കോടതി ഇടപെട്ട് ഒറ്റ കേസാക്കി ഒരു കോടതിയിലേക്ക് മാറ്റിക്കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സംസാരത്തിൻ്റെ പേരിൽ, സംസാരിച്ചതിൻ്റെ പേരിൽ കേസുകൾ. അപകീർത്തിയുടെ ആ പരിധി തന്നെ കോടതികൾ, അമേരിക്കയിലാണ് തുടങ്ങിയത്, ചുരുക്കി കൊണ്ടുവരികയാണ്. ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത് അപകീർത്തിയല്ല എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ള അപകീർത്തിയല്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് വേഴ്സസ് സള്ളിവൻ കേസിൽ അമേരിക്കൻ സുപ്രീം കോടതി പറഞ്ഞു. നമ്മുടെ സുപ്രീം കോടതി നക്കീരൻ കേസിൽ അത് ആവർത്തിച്ചു. ഇപ്പോഴത്തെ ഒരു നിലപാട് അതാണ് ജുഡീഷ്യറിയുടെ. അതുകൊണ്ട് ഈ അപകീർത്തിയുടെ ക്രിമിനൽ സ്വഭാവം എടുത്തു കളയണം എന്ന് നമ്മൾ കുറേ കാലമായി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കളയാൻ ആരും തയ്യാറാകുന്നില്ല. ഇപ്പോഴും അതൊരു പുതിയ ട്രെൻഡാണ്. സ്വാധീനമുള്ളവർക്ക്, അത് ഇ.പി. ജയരാജനായാലും അതുപോലെ സ്വാധീനമുള്ളവർക്ക് തങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ കാര്യം അപകീർത്തിയാണെന്ന് തോന്നിയാൽ അവർ മജിസ്ട്രേറ്റ് കോടതിയിലേക്കല്ല പോകുന്നത്, അവർ നേരെ പോകുന്നത് തിരുവനന്തപുരത്ത് DGPയുടെ ഓഫീസിലേക്കാണ്. പിന്നെ DGP തലത്തിലാണ് അന്വേഷണം. അത് എവിടുത്തെ നിയമമാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്, അപകീർത്തിയുടെ ഡിഫമേഷൻ, ക്രിമിനൽ സ്വഭാവം മാറ്റണം. അത് സിവിൽ കേസായിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞത് അപകീർത്തികരമാണെങ്കിൽ എനിക്കെതിരെ സിവിൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം വിധിക്കട്ടെ, അത് ഈടാക്കാമല്ലോ. വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ, സംസാരിച്ചതിൻ്റെ പേരിൽ, അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരുന്ന, ജയിലിൽ പോവുക എന്നത് സംഭവിക്കില്ല, പക്ഷേ ആ കേസ് കഴിയുന്നത് വരെയുള്ള ഒരു നടപടിയുണ്ടല്ലോ, പ്രോസസ്സ്. നമ്മൾ പറയുന്നത് പ്രോസിക്യൂഷനല്ല, ഇന്ത്യയിലെ ഈ പ്രോസസ്സ് ആണ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ 1916 ഞാൻ നടത്തിയ പ്രസംഗത്തെ അടിസ്ഥാനമാക്കി കൊടുത്ത കേസുകളിൽ തളിപ്പറമ്പ് കോടതിയിലെ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൊല്ലം എത്രയായില്ലേ? 8 കൊല്ലമായില്ലേ? പക്ഷേ അതിനൊരു മാറ്റം വരുന്നില്ല. ക്രിമിനൽ കേസ് ഡിഫമേഷൻ കേസ് ഇപ്പോഴും ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന മറ്റൊന്നുണ്ട്, മാധ്യമപ്രവർത്തകരെ ബാധിക്കുന്ന ഒരു വകുപ്പാണ് രാജ്യദ്രോഹം, സെഡിഷൻ. ചാരപ്രവൃത്തി നടത്തിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി കൊണ്ട് രാജ്യദ്രോഹം നടത്തുകയല്ല, വാക്കുകൾ കൊണ്ടുള്ള രാജ്യദ്രോഹമാണ്. എന്ന് വെച്ചാൽ അഭിപ്രായം പറഞ്ഞാലുള്ള രാജ്യദ്രോഹം. അത് IPC നിന്ന് നീക്കം ചെയ്യണം എന്ന് എത്രയോ കാലമായി ആവശ്യമുള്ളതാണ്.
ഇപ്പോൾ IPC പോയി, പകരം പുതിയ ന്യായ സംഹിത വന്നു. അതിൽ 120 നോക്കിയപ്പോൾ സെഡീഷൻ ഇല്ല. സെഡീഷൻ നീക്കം ചെയ്തു എന്ന് കരുതി താഴേക്ക് വായിച്ചു വന്നപ്പോൾ വേറൊരു നമ്പർ മാത്രമേ മാറ്റിയുള്ളൂ. വേറൊരു നമ്പറിൽ അതേ രൂപത്തിൽ സെഡീഷൻ പുതിയ ശിക്ഷാ നിയമത്തിലും നിലനിൽക്കുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ അതൊക്കെയാണ്. അപകീർത്തി എന്നത് ഒന്ന്. അപകീർത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ലോകത്ത് എവിടെയെല്ലാം കാണപ്പെടുന്നുണ്ടോ, അന്റാർട്ടിക്കയിൽ കാണുന്നുണ്ടെങ്കിൽ അന്റാർട്ടിക്കയിലും ഒരാൾക്ക് കേസ് കൊടുക്കാം, അയാൾക്ക് അപകീർത്തി അവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ രാജ്യദ്രോഹം. അങ്ങനെയുള്ള നിരവധിയായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a) നമുക്ക് ഉറപ്പ് നൽകുന്ന സംസാര സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുണ്ടായ കോടതി വിധികൾ അല്പം ആശ്വാസം നൽകുന്നുണ്ട്. സുപ്രീം കോടതി വിധിയും തുടർന്നുണ്ടായ ഹൈക്കോടതി വിധിയും. ആ വിധികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കുറേ കൂടി വിശാലമായ ഒരു അവസ്ഥയിൽ ഈ സ്വാതന്ത്ര്യത്തെ എത്തിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മീഡിയ ഫോക്കസ് ഇന്ന് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായത് ഒരു നല്ല കാര്യമാണ്. സാധാരണ ഇത്തരം സമ്മേളനങ്ങളിൽ പെൻഷൻ ആണ് ചർച്ച ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി പൊതുസമൂഹത്തെ ബാധിക്കണം. ജോലിയെടുക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് അതിനൊന്നും സൗകര്യം ഉണ്ടായെന്ന് വരില്ല. പൊതുസമൂഹത്തിനെ ഒരു ഗൈഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വിഷയം മുൻനിർത്തി ഒരു സെമിനാർ നടത്താൻ തയ്യാറായ ഈ സംഘടനയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.